അസ്സലാമലൈക്കും, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ മദീനയിലാണുള്ളത്. മദീനയിലെ 1-2 സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ്. പക്ഷേ മ്യൂസിയത്തിൻ്റെ അകം നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റിയില്ല. കാരണം അവിടെ അപ്ഡേഷൻ നടക്കുവാണ്. 6 മാസമായി ഇത് അടച്ചിട്ടിട്ട്. ഇവിടെ നബിതങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങളും കല്ലിൽ എഴുതിയ ഖുർആനും നൂലിൽ എഴുതിയ ഖുർആനും നബി രാജാക്കന്മാർക്ക് വേണ്ടി എഴുതിയ കത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മ്യൂസിയമാണിത്. അത് മാത്രമല്ല, നബിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ശേഷിപ്പുകളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാം വന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് മസ്ജിദ് സുക്കിയയാണ്. ഇത് ഈ വെള്ള കുബ്ബ കാണുന്നില്ലേ, അതാണ്. നബിതങ്ങൾ ബദറിലേക്ക് പോകും വഴി നിസ്കരിക്കുകയും വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും ചെയ്ത മസ്ജിദാണിത്. ഇനി അടുത്തത് ഖിലാഫത്ത് ഭരണകാലത്തെ പ്രതാപകാലത്ത് നിലനിന്നിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടം കാണാനാണ് പോകുന്നത്. ഈ വലതുഭാഗത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ കുറേ ട്രെയിനിന്റെ ബോഗികൾ കിടക്കുന്ന കാണാം. ഇജാസ് റെയിൽവേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തുർക്കിയിലെ ഇസ്താംബുൾ നഗരം അടക്കം ബന്ധിപ്പിക്കുന്ന 2400 കിലോമീറ്റർ ദൈർഘ്യമുള്ള മക്ക മദീന നഗരം ബന്ധിപ്പിക്കുന്ന വലിയ റെയിൽവേ സർവീസാണ് ഇജാസ് റെയിൽവേ. 1-ാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്തെയും റെയിൽവേ ട്രാക്കുകൾ നശിച്ചു പോയി. ഇതുമൂലമാണ് ഈ ഒരു റെയിൽവേ സർവീസ് നിലച്ചു പോയത്. എത്ര നാളുകൾ പഴക്കമുള്ളതാണ്. ഇതൊക്കെ കാണുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ കാണുന്നത് റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ഇതിനുള്ളിൽ പണ്ട് ആളുകൾക്ക് കയറി കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ കയറി ഇങ്ങനെ കല്ലും മണ്ണും എടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ സൗദി ഗവൺമെൻറ് ഇത് തന്നെ ക്ലോസ് ചെയ്തതാണ്. ആ വാതിലിൻ്റെ അവിടെ നോക്കി, അതിൻ്റെ മുകളിലായിട്ടൊരു ഈന്തപ്പനയുടെ ഒരു തടി കഷ്ണം വെച്ചിട്ടുണ്ട്. ഇത്ര വർഷമായിട്ട് അത് പോവാതെ നിൽക്കുന്നതുണ്ടോ. മഹദികളുടെ വീട് ആദ്യം മദീന പള്ളിയുടെ പരിസരത്തായിരുന്നു. പിന്നീട് മദീന പള്ളിയുടെ വികസന സമയത്താണ് ഇങ്ങോട്ട് മാറ്റിയത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു കിണറും ഉണ്ട്. ആ കെട്ടിടത്തിൻ്റെ അങ്ങോട്ട് നീങ്ങി കാണുന്ന ആ കിണറാണ്. ഇപ്പോഴും വെള്ളമുള്ള ഒരു കിണറാണിത്. നിലയ്ക്കാത്ത ഉറവയായിട്ട് എന്നും സ്ഥിതി ചെയ്യുന്നു. ഈ കിണറിന് ഒരു കഥയുണ്ട്. ഇവിടെ 2 റക്അത്ത് നിസ്കരിച്ച ശേഷം ആ സ്ഥലത്ത് കുഴി കുത്താനായിട്ട് കിണർ കുത്താൻ വന്നവരോട് പറഞ്ഞു. അങ്ങനെ ആ കുത്തിയ സ്ഥലത്ത് നിലനിൽക്കുന്ന കിണറാണിത്. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഉടനെ തന്നെയായിരുന്നു ഫാത്തിമ ബീവിയും ലോകത്തോട് വിട പറഞ്ഞത്. ഇതൊരു കൊല്ലം മുമ്പ് വരെ എല്ലാവർക്കും കയറി കാണാൻ പറ്റുമായിരുന്നു. മദീന ഗവർണറായിരുന്ന സഹാബിയുടെ ഭരണസിരാ കേന്ദ്രമായിരുന്ന കോട്ടയുടെ അവശിഷ്ടമാണിത്. വലിയ സൂഫി വര്യനായിരുന്നു അദ്ദേഹം. അള്ളാഹുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു. ധർമ്മശാസ്ത്ര പണ്ഡിതനായ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കോട്ടയുടെ പല ഭാഗങ്ങളും ഇപ്പോൾ ഈ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്.
കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. നമ്മുടെ നബി തങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കിണറായിരുന്നു ഇത്. നബി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ജനാസ കുളിപ്പിക്കുവാനായി വസിയത്ത് ചെയ്തിരുന്ന കിണറാണിത്. നബി തങ്ങൾ വഫാത്തായപ്പോൾ ഈ കിണറിൽ നിന്നാണ് അലി റളിയല്ലാഹു അൻഹു 7 തോൽപാത്രം വെള്ളം എടുക്കുകയും ആ വെള്ളം കൊണ്ടാണ് നബി തങ്ങളുടെ ജനാസ കുളിപ്പിക്കുകയും ചെയ്തത്. ഇപ്പം ഇത് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു മദ്രസയും ഉണ്ട്. ഈ കിണറിനുള്ളിലേക്ക് ഇറങ്ങാനായി സ്റ്റെപ്പുകളും മറ്റുമുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടത്തിലോട്ടാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബസ് ഇറങ്ങി നടക്കുവാണ്. ആ കാണുന്ന കവാടം വഴിയാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. അവിടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ആ നേരെ കാണുന്ന ഈന്തപ്പനത്തോട്ടമാണ്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. ഈ കിണറിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ച് നോക്കുക. ഈ കാണുന്നതാണ് കിണർ. കരിങ്കല്ലും മറ്റും വെച്ചിട്ടാണെന്ന് തോന്നുന്നത് കെട്ടിയിരിക്കുന്നത്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടായിരിക്കും ഈന്തപ്പനം തോട്ടം നനച്ചിരുന്നത്. ഇപ്പോഴിതിൽ വെള്ളം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിനുള്ളിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അത് ഫുൾ അവർ കവർ ചെയ്തേക്കുവാണ്. നമ്മുടെ അവിടുത്തെ കിണറെല്ലാം റൗണ്ട് ഷേപ്പിലാണ്. ഈ ഒരു കിണറെന്ന് പറഞ്ഞാൽ വേറൊരു ഷേപ്പിലാണ്. ടോട്ടലി ഒരു വേറെ എന്തോ ഒരു ഷേപ്പ്. മേളിൽ ഇങ്ങനെ സ്ക്വയർ പോലൊക്കെ കെട്ടിയിട്ടേക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല. പണ്ടത്തെ എന്തെങ്കിലും മോഡലായിരിക്കും. ഇത് നമ്മൾ അടുത്ത തോട്ടത്തിലോട്ടാണ് ഞങ്ങളെ ഉസ്താദ് കൊണ്ടുപോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് തോട്ടം സ്ഥിതി ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും പിന്നീട് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണുള്ളത്. ഈ സൽമാൻ ഫാരിസ് എന്ന് പറയുന്ന വ്യക്തി പേർഷ്യൻ വംശജനായിരുന്നു. പ്രവാചകന്റെ അടയാളം പണ്ഡിതനിൽ നിന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചു. പക്ഷേ മദീനയിലേക്ക് എത്തിയപ്പോഴത്തേനും ഒരാളുടെ അടിമയായി തീരേണ്ടി വന്നു സൽമാൻ റളിയല്ലാഹു അൻഹുവിന്. പ്രവാചകനാണെന്നുള്ള അടയാളം എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ? നുബുവത്ത് കിട്ടിയ പാട് മുതുകത്തുണ്ടായിരിക്കും, ഹിജ്റ പോയ വ്യക്തിയായിരിക്കും, നമ്മൾ സ്നേഹത്തോടെ വല്ലം കൊടുക്കുകയാണെങ്കിൽ ഭക്ഷിക്കുകയും സദഖയാണെന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ഈ അടയാളങ്ങളെല്ലാം നബി തങ്ങൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ തോട്ടത്തിന് പിന്നിലുള്ള കഥ എന്താണെന്നറിയാമോ? അദ്ദേഹം ഒരാളുടെ അടിമയായിരുന്നല്ലോ. അടിമത്തമോചനം ലഭിക്കണമെങ്കിൽ 300 ഈന്തപ്പന മരങ്ങൾ നടണമെന്നും അത് സമൃദ്ധമായ കായ്ഫലം ഉണ്ടാകണമെന്നും യജമാനൻ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയും ചെയ്തു. ഇതറിഞ്ഞ് നബി തങ്ങൾ തോട്ടത്തിലെത്തുകയും തൻ്റെ കൈകൊണ്ട് 300 ഈന്തപ്പന തൈകൾ നടുകയും ചെയ്തു. സാധാരണ 4-5 വർഷം കൊണ്ടാണ് ഈന്തപ്പന മരങ്ങൾ കായ്ക്കാറ്. പക്ഷെ ഇവിടെ 1 വർഷം കൊണ്ട് തന്നെ ഈന്തപ്പന മരങ്ങൾ കായ്ച്ചു. അതുപോലെ തന്നെ മോചിപ്പിക്കണമെങ്കിൽ 20 ഉക്കിയ സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്തു. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു അടിമത്തത്തിൽ നിന്ന് മോചിതനായി. ഇതൊന്നും നബി തങ്ങളെ വെച്ചതല്ല. അതിപ്പോൾ വർഷമായില്ല. അതൊക്കെ പോയി കാണും. ഇതൊക്കെ പുതിയ മരങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.